السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 176-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാടുള്ള എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമുക്ക് ഭക്ഷണം തന്ന ആളുകൾ, എല്ലാ നിലക്കും നമ്മൾ കടപ്പാടുള്ളവർക്കൊക്കെ അള്ളാഹു തആല രണ്ട് ലോകത്തിന് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന വലിയ്യല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ലസ് സ്വാലിഹീൻ والذين تدعون من دونه لا يستطيعون نصركم ولا أنفسهم ينصرون فإن تدعوهم إلى الهدى لا يسمعوا وتراهم ينظرون إليك وهم لا يبصرون خذ العفو وأمر بالعرف وأعرض عن الجاهلين وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه سميع عليم إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون وإخوانهم يمدونهم في الغي ثم لا يقصرون فإذا لم تأتهم بآية قالوا لولا اجتبيتها قل إنما أتبع ما يوحى إلي من ربي هذا بصائر من ربكم وهدى ورحمة لقوم يؤمنون وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين إن الذين عند ربك لا يستكبرون عن عبادته ويسبحونه وله يسجدون صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 196 മുതൽ 206 വരെയുള്ള 11 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. പരിശുദ്ധ ഖുർആനിൽ 9-ാമത്തെ ജുസിൽ 176-ാമത്തെ പേജ്. സൂറത്തുൽ അഅറാഫിലെ അവസാനത്തെ പേജാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മാഷാ അല്ലാഹ്, ഇന്നത്തോടുകൂടി ഒരു സൂറ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഇനിയും തുടർന്നുള്ള സൂറകളും റാഹത്തായി പഠിച്ചു പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുശ്രിക്കുകൾ ആരാധിച്ചു പോന്നിരുന്ന വിഗ്രഹങ്ങളുടെയും ബിംബങ്ങളുടെയും ഒക്കെ കാര്യമായിരുന്നു കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇനി പഠിക്കുന്ന ഈ പേജിലുള്ള ആദ്യത്തെ ആയത്തുകൾ. വിഗ്രഹങ്ങൾക്ക്, പ്രതിമകൾക്ക് ഒരു കഴിവുമില്ല. അവയുടെ മുഖത്ത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച കണ്ണുകളുണ്ട്, ശരി, പക്ഷേ ആ കണ്ണുകൾ ഇതൊന്നും കാണാൻ വയ്യ. നിങ്ങൾ കൈകൾ കൊത്തിവെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ശരി, അതുകൊണ്ട് അത് പിടിക്കാൻ വയ്യ. ചെവികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കേൾക്കാൻ വയ്യ. എന്ത് പ്രയോജനമാണ് അതുകൊണ്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ് അല്ലാഹു തആല, നിങ്ങളുടെ ഈ വിഗ്രഹങ്ങൾക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ഉപദ്രവവും എനിക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവാണ് എന്റെ സംരക്ഷകൻ. എന്നെ എന്നല്ല, നിങ്ങളെ തന്നെ സഹായിക്കാനോ മറ്റോ ഒന്നിനും ആ ബിംബങ്ങൾക്ക് കഴിയുകയും ഇല്ല. നോക്കൂ, 196, 197 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന വലിയ്യല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ് സ്വാലിഹീൻ.
والذين تدعون من دونه لا يستطيعون نصركم ولا أنفسهم ينصرون إن ولي الله നിശ്ചയമായും എന്റെ രക്ഷിതാവ് ആരാ? അല്ലദീ നസ്സലൽ കിതാബ്, ഈ ഖുർആൻ അവതരിപ്പിച്ചവനാണ് എന്റെ രക്ഷിതാവ്, എന്റെ സംരക്ഷകൻ. വലിയ എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ. ഇന്ന വലിയ നിശ്ചയമായും എന്റെ സംരക്ഷകൻ അള്ളാഹുവാണ്. അല്ലദീ നസ്സലൽ കിതാബ്, ഈ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു. വഹുവ അവൻ, യതവല്ല അവൻ ഏറ്റെടുക്കുന്നു, സംരക്ഷണം ഏറ്റെടുക്കും. ആരുടെ? അസ്വാലിഹീൻ, സജ്ജനങ്ങളായ ആളുകളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നവനാണ് അല്ലാഹു തആല. വല്ലദീന തദ്ഊന മിൻ ദൂനി, ഇനി അവരുടെ ബിംബങ്ങളെ കുറിച്ച് തുടർന്ന് പറയുകയാണ്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, ആ അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന പരദൈവങ്ങളുണ്ടല്ലോ, ആ പരദൈവങ്ങൾക്ക് ലാ യസ്തതിഊന, കഴിയുകയില്ല, നസ്റക്കും, നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല, വലാ അൻഫുസഹും, സ്വന്തത്തെ തന്നെ, യൻസുറൂൻ, സഹായിക്കാൻ കഴിയില്ല. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളില്ലേ, അതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ആ ബിംബങ്ങൾക്ക് അതിനെ തന്നെ, സ്വയം തന്നെ, സ്വന്തത്തെ തന്നെ സഹായിക്കാനും കഴിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി 198 നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ തദ്ഊഹും ഇലൽ ഹുദാ ലാ യസ്മഊ വതറാഹും യൻദുറൂന ഇലൈക വഹും ലാ യുബ്സിറൂൻ. വഇൻ തദ്ഊഹും, നിങ്ങൾ ആ ബിംബങ്ങളെ വിളിക്കുകയാണെങ്കിൽ, ക്ഷണിക്കുകയാണെങ്കിൽ, ഇലൽ ഹുദാ, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, ലാ യസ്മഊ, അവർ കേൾക്കുകയില്ല. അല്ലേ? സന്മാർഗത്തിലേക്ക് നിങ്ങൾ ആ ബിംബങ്ങളെ വിളിച്ചത് കേൾക്കുവോ? ഇല്ല. വതറാഹും യൻദുറൂന ഇലൈക, വതറാഹും, നിങ്ങൾ ആ ബിംബങ്ങളെ നിങ്ങൾക്ക് കാണാം, യൻദുറൂന ഇലൈക, താങ്കളെങ്ങനെ നോക്കുന്നത് പോലെ, താങ്കളുടെ നേരെ അവ നോക്കുന്നതായി താങ്കൾക്ക് കാണാം. കണ്ണുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ആ കണ്ണുകൊണ്ട് ഇങ്ങനെ ചിത്രത്തിൽ ആ പ്രതിമയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ നോക്കുന്നത് പോലെ തോന്നും. പക്ഷേ വഹും ലാ യുബ്സിറൂൻ, വാസ്തവത്തിൽ അവർക്ക് കാഴ്ചയില്ലല്ലോ, യാതൊന്നും കാണുകയില്ല. വഹും ലാ യുബ്സിറൂൻ, അവരായിട്ടൊന്നും കാണുകയില്ല. 199 ആയത്തിലേക്ക് കടക്കുകയാണ്. മുശ്രിക്കുകളെ കുറിച്ചും അവർ ആരാധിക്കുന്ന ബിംബങ്ങളെ കുറിച്ചും അതിലെ ബുദ്ധിശൂന്യതയെ കുറിച്ചുമൊക്കെ പലതും പറഞ്ഞു കഴിഞ്ഞു. അർത്ഥശൂന്യമായ നടപടിയാണത് എന്ന് സമർത്ഥിച്ചു. ഇനി അത്തരം ആളുകളടക്കം എല്ലാവരോടും പെരുമാറേണ്ട രീതി എങ്ങനെയാണെന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ജനങ്ങളോട് പൊതുവെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുകയാണ്. മനുഷ്യരോടുള്ള പെരുമാറ്റത്തിൽ സ്വീകരിക്കേണ്ട എല്ലാ സ്വഭാവ മൂല്യങ്ങളും 3 ചെറിയ വാക്യങ്ങളിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് 199 ആയത്ത്. ഏതാണ് 3 കാര്യങ്ങൾ? സൽസ്വഭാവത്തോടെ, വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പെരുമാറണം. അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊണ്ടിരിക്കണം. അതേപോലെ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ വിവരമില്ലാത്തൊരു ഭാഗത്തു നിന്ന് പല പ്രയാസങ്ങളും നേരിട്ടേക്കാം. അതൊക്കെ കാര്യമാക്കാതെ അവഗണിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ് ആയത്തിൽ നേരിട്ട് പറയുന്നതെങ്കിലും നമ്മൾ എല്ലാവരോടുമുള്ള കൽപ്പനയാണ്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ചെറിയ ആയത്താണ്, ഒരുപാട് അർത്ഥവിശാലതയുള്ള ആയത്താണ്. മനുഷ്യന്മാരുമായി ബന്ധപ്പെടുന്ന ഇടപാടുകളിലെ എല്ലാ സ്വഭാവ മൂല്യങ്ങളും അല്ലാഹു തആല ഈ ആയത്തിൽ, ചെറിയ ആയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഖുദിൽ അഫ്, നബിയെ താങ്കൾ മാപ്പ് മുറുകെ പിടിക്കുക. ഖുദ്, താങ്കൾ മുറുകെ പിടിക്കുക. അഫ്വ, മാപ്പ് ചെയ്തു കൊടുക്കുന്ന സ്വഭാവം, വിട്ടുവീഴ്ച മനോഭാവം. വഅ്മുർ, അങ്ങ് കൽപ്പിക്കണം. ബിൽ ഉർഫി, നന്മ കൊണ്ട് അങ്ങ് കൽപ്പിക്കണം. വഅരിദ്, അങ്ങ് അവഗണിക്കുകയും വേണം. അനിൽ ജാഹിലീൻ, മൂഢന്മാരെ, വിവരമില്ലാത്ത ആളുകളെ തൊട്ട് അങ്ങ് പിന്തിരിഞ്ഞു കളയണം. ആളുകൾ വിവരമില്ലാത്തവർ പലതും പറഞ്ഞു വരും, അതൊന്നും കേൾക്കണ്ട, താങ്കൾ അത് അവഗണിച്ചേക്കണം. 3 വിഷയങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, ഖുദിൽ അഫ്വ, മാപ്പ് അല്ലെങ്കിൽ വിട്ടുവീഴ്ച, ഈ ഒരു നയം സ്വീകരിക്കുക. വളരെ അർത്ഥവിശാലതയുള്ള ചെറിയൊരു വാക്യമാണത്. സ്വഭാവം, പ്രവൃത്തി, ഇടപാടുകൾ, സംസാരം എല്ലാം മറ്റുള്ളവർക്കൊരു വിഷമവും ബുദ്ധിമുട്ടും അനുഭവപ്പെടാത്ത രീതിയിൽ പെരുമാറുക. അവരുടെ ഭാഗത്തു നിന്ന് അനുഭവപ്പെടുന്ന വിഷമങ്ങളുടെ നേരെ കണ്ണടക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഇതാണ് ആയത്തിന്റെ സൂത്രം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഹദീസുകളിലും വിഷയം പറഞ്ഞിട്ടുണ്ട്. യസ്സിറു വലാ തുഅസ്സിറു വസക്കിനു വലാ തുനഫിറു. നിങ്ങൾ എളുപ്പം ഉണ്ടാക്കണം, ഞെരുക്കം ഉണ്ടാക്കരുത്, പ്രയാസം ഉണ്ടാക്കരുത്. വസക്കിനു, നിങ്ങൾ സമാധാനം ഉണ്ടാക്കണം. വലാ തുനഫിറു, നിങ്ങൾ വെറുപ്പുണ്ടാക്കരുത്. അതാണ് ഖുദിൽ അഫ്വ എന്ന ആയത്തിന്റെ വിശദീകരണം. ഈ ഒരു ആയത്ത് അവതരിപ്പിച്ചപ്പോ ഇതിന്റെ താല്പര്യം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചത്രേ. എന്താ മറുപടി? താങ്കളോട് അതിക്രമം പ്രവർത്തിച്ചവർക്ക് താങ്കൾ മാപ്പ് നൽകണേ. താങ്കൾക്ക് ചോദിച്ചത് അല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടത് തരാതെ തടസ്സം നിന്ന ആളുകൾക്ക് താങ്കൾ അങ്ങോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് ഉപകാരം ചെയ്യാത്തവനും അങ്ങോട്ട് ഉപകാരം ചെയ്യണമെന്നർത്ഥം. താങ്കളോട് ബന്ധം മുറിച്ച ആളുകളോട് താങ്കൾ അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇങ്ങനെയെല്ലാം ചെയ്യാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്രേ. രണ്ടാമത്തെ കാര്യം, ഉമുർ ബിൽ ഉർഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം. ഉർഫ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം. എല്ലാ നല്ല കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ഉർഫ് എന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യകരമായ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും എന്നാണ് ഉദ്ദേശം. നല്ലത് ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക എന്നത് മുഅ്മിനീങ്ങളായ ആളുകളുടെ കടമ കൂടിയാണ്. എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് ആ ബാധ്യത നിറവേറ്റുകയും വേണം. ഞാൻ റാജി റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയ പോലെ എല്ലാ സന്ദർഭങ്ങളിലും മാപ്പും വിട്ടൊഴിച്ചും മാത്രം സ്വീകരിക്കുന്ന പക്ഷം ചിലപ്പോ അത് മതപരമായ അല്ലെങ്കിൽ അല്ലാത്ത പല അനാശാസ്യതക്കും അരാജകർക്കും ചിലപ്പോൾ കാരണമായി എന്ന് വരും. അതിനൊരു പരിഹാരം കൂടിയാണ് രണ്ടാമത്തെ ഉപദേശം. അതായത് സദാചാരങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ഹാനികരമാകുന്ന വിധത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടായിക്കൂടാ എന്നർത്ഥം. അതുപോലെ തന്നെ ഉപദേശിക്കുന്ന സമയത്ത് വിവരമില്ലാത്തവരുടെ ഭാഗത്ത് നിന്ന് മോശമായ പ്രതികരണങ്ങളോ മറ്റോ നേരിടേണ്ടി വരും. അടുത്ത ഉപദേശത്തിൽ അതിനുള്ള പരിഹാരവും അല്ലാഹു തആല പറയുന്നുണ്ട്. പറഞ്ഞത് മനസ്സിലായി? എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവം കൊണ്ട് നടക്കാൻ പറ്റൂല. സദാചാര വിഷയങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. അവിടെ കടുത്ത നിലപാടെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടുമുണ്ട്. ദീനിയായ വിഷയങ്ങളിൽ എക്സ്ക്യൂസുകൾക്ക്, വിട്ടുവീഴ്ചകൾക്ക് പോകാറില്ല അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ. ശരി, എന്താ മൂന്നാമത്തെ ഉപദേശം? വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകളെ അവഗണിക്കണം. വിവരമില്ലാത്ത ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാവുന്ന എതിർപ്പുകൾ, ഉപദ്രവങ്ങൾ ഇത് സഹിക്കണം. മാന്യമല്ലാത്ത വാക്കുകൾ ഉണ്ടാവാം, പ്രതികരണങ്ങൾ ഉണ്ടാവാം. അതിന് നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കാതിരിക്കണം. അനാവശ്യ കാര്യങ്ങളിൽ അത്തരക്കാരോട് സഹകരിക്കാതെ മാറി നിൽക്കണം. ഇഷ്ടമല്ലാത്ത പെരുമാറ്റം കണ്ടാൽ അതിനെതിരെ കണ്ണടക്കണം. ഇങ്ങനെ നീണ്ടുപോകുന്നു ഇതിന്റെ ആശയവും. പല മഹാന്മാരും ചൂണ്ടിക്കാട്ടിയതുപോലെ സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട എല്ലാ ഉത്കൃഷ്ട സ്വഭാവങ്ങളും ഈ 3 ചെറിയ വാക്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലാഹു തആല. ഈ ഉപദേശങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതാണെങ്കിലും നമ്മളോട് ഓരോരുത്തരോടുമുള്ള കൽപ്പനയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കും. അടുത്ത ആയത്തിലേക്ക് കിടക്കാം, 200-ാമത്തെ ആയത്തിലേക്ക്. ദേഷ്യം പിടിക്കുമ്പോഴോ മറ്റോ ഒക്കെ പലതരത്തിലുള്ള അവിവേകവും സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അത് മനുഷ്യന്റെ ആജന്മ ശത്രുവായ പിശാചിന്റെ ദുഷ്പ്രേരണയാണ് അതിന് പിന്നിൽ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നാണ് ഇനി 200-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. അതായത് മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് നിരക്കാത്ത വല്ലതും സംഭവിച്ചു പോയാൽ, പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോയാൽ, നിയന്ത്രണം വിട്ടുപോയാൽ, അവിവേകം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് പൈശാചികമായ പ്രേരണയിൽ നിന്നുണ്ടായതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉടനെ പിന്മാറണം. പിശാചിന്റെ അത്തരം ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. അതാണ് അതിന്റെ പരിഹാരം. ഇതിനു മുമ്പ് നിർദ്ദേശിച്ച 3 കാര്യങ്ങളും പിശാചിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികം അല്ല. കാരണം പിശാചിനെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. പിശാചിനെ നമുക്ക് കാണാൻ കഴിയില്ല. അവന്റെ പ്രവൃത്തികളും ചെയ്തികളും കാണാമറയത്താണ്. അതുകൊണ്ട് തന്നെ അവനോട് വിട്ടുവീഴ്ചക്കോ അല്ലെങ്കിൽ അവനെ ഉപദേശിക്കാനോ നമുക്ക് കഴിയില്ല. അങ്ങനെ പറയുന്നത് സ്ഥാനമില്ല. അവനെ അവഗണിച്ചാലോ അത് കൂടുതൽ ഉപദ്രവത്തിന് വഴിവെക്കും. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ 3 ഉപദേശങ്ങൾ ഇബ്ലീസിന്റെ കാര്യത്തിൽ അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഇബ്ലീസ് നിങ്ങളെ പ്രയത്നിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. അവസരം കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി മനുഷ്യനെ വഞ്ചിക്കാനും വഴിപഴപ്പിക്കാനും കെണിയിൽ വീഴ്ത്താനും പ്രതിജ്ഞ എടുത്ത ആളാണ് പിശാച്. അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് നമ്മൾ അകറ്റാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും അവൻ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാണെങ്കിൽ എത്ര ദുസ്വഭാവികളാണെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ 3 മാർഗങ്ങളിലൂടെ ശ്രമിച്ചാൽ ചിലപ്പോൾ നന്നാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരും.
പിശാച് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് പിശാചിൽ നിന്നുള്ള ഏക രക്ഷാമാർഗം അള്ളാഹുവിനോട് കാവൽ തേടുക എന്നത് തന്നെയാണ്. നോക്കാം നമുക്ക് 200-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം. വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ, പിശാചിന്റെ വല്ല ദുർബോധനവും ദുഷ്പ്രേരണയും നിങ്ങളെ ബാധിക്കുന്നു എങ്കിൽ, യൻസഗന്നക നസ്ഗുൻ എന്ന് പറഞ്ഞാൽ നസ്ഗ് എന്നൊക്കെ പറഞ്ഞ ദുഷ്പ്രേരണ, ദുർബോധനം. പിശാചിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നസ്ഗ്, എന്തെങ്കിലും ദുഷ്പ്രേരണ, ദുർബോധനം നിങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ അസ്തഈദ് ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. ഇന്നഹു സമീഉൻ അലീം, നിശ്ചയം എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണവൻ. 201-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വല്ലപ്പോഴും പിശാചിന്റെ ദുഷ്പ്രേരണകൾക്ക് വിധേയരായി എന്ന് വരാം, അല്ലെ? മനുഷ്യ സഹജമാണല്ലോ, എപ്പോഴെങ്കിലൊക്കെ തെറ്റുകൾ സംഭവിച്ചെന്ന് വരാം. മുത്തഖീങ്ങളായ ആളുകളിൽ തന്നെ അത്തരം ഘട്ടങ്ങളിൽ അവരെന്താണ് ചെയ്യുക എന്നാണ് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. എന്താ അവർ ചെയ്യുക? ഉടനെ തന്നെ അവർക്ക് പറ്റിപ്പോയ അബദ്ധം മനസ്സിലാകും, അതിൽ നിന്ന് പിന്മാറും. മേലിൽ അത്തരം തെറ്റുകളിൽ അകപ്പെടാതെ, പിശാചിന്റെ കെണിയിൽപ്പെടാതെ സൂക്ഷിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയും ചെയ്യും. നോക്കാം ആയത്ത് 201-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ഇന്നല്ലദീന, നിശ്ചയം ഒരു വിഭാഗം ആളുകൾ, ഇത്തഖൗ, മുത്തഖീങ്ങളായ ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, ഇദാ മസ്സഹും, അവരെ ബാധിച്ചാൽ, അവരെ സ്പർശിച്ചാൽ, ത്വായിഫും മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവും സ്പർശിച്ചാൽ, ത്വായിഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ദുഷ്പ്രേരണ, ദുർബോധനം, മുത്തഖീങ്ങൾക്കത് ബാധിച്ചാൽ തദക്കറൂ, അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും, പെട്ടെന്ന് അവർക്ക് അള്ളാഹുവിന് ഓർമ്മ വരും. ഫഇദാ ഹും മുബ്സിറൂൻ, തത്സമയം അവർ ഉൾക്കാഴ്ചയുള്ളവരായി തീരുകയും ചെയ്യും. ഫഇദാ ഹും മുബ്സിറൂൻ, അപ്പൊ അവർക്ക് ഉൾക്കാഴ്ച ലഭിക്കും, ഉടനെ പിന്മാറും, പിന്നെ ആ തെറ്റിലേക്ക് അവർ പോകൂല എന്നർത്ഥം. 202-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. പിശാചിന്റെ ദുർബോധനങ്ങൾ ഏൽക്കുന്ന മുത്തഖീങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതേസമയം പിശാചിന്റെ കൂട്ടുകാരായി കഴിയുന്ന ചില ആളുകളുണ്ട്. പിശാചിന്റെ സഹോദരങ്ങളെ പോലെ പിശാചിന്റെ കൂടെ നടക്കുന്ന ചില ആളുകളുണ്ട്. സൂക്ഷ്മതയില്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ സ്ഥിതി നേരെ മറിച്ച. എന്താ? പിശാചിന്റെ ഇത്തരം ദുഷ്പ്രേരണകൾ വഴി വല്ല വേണ്ടാത്തരങ്ങളും പറ്റിപ്പോയാൽ, ചെയ്തു പോയാൽ പിന്തിരിയണം എന്നൊരു ബോധം അവർക്കുണ്ടാവില്ല. അവർ കഴിയും വിധം പിശാചിനെ പ്രോത്സാഹിപ്പിക്കും, കൂടെ തന്നെ നിൽക്കും. അങ്ങനെ പിശാച് ഇവരെ വേണ്ടാത്തരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ചാടിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. പിശാച് എന്ത് തോന്നിപ്പിച്ചു കൊടുത്താലും അവരതനുസരിച്ച് ചെയ്യും. ഒരിക്കലും അതിൽ നിന്ന് വിരമിച്ച് സത്യത്തിലേക്ക് മടങ്ങാൻ കൂട്ടാക്കുകയില്ല. അത്തരം ആളുകളുടെ ഉദാഹരണമാണ് 202-ൽ അല്ലാഹു തആല പറയുന്നത്. 203-ൽ അതിനൊരു ഉദാഹരണവും പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإخوانهم يمدونهم في الغي ثم لا يقصرون. وإخوانهم, എന്നാൽ പിശാചുക്കളുടെ സഹോദരങ്ങളാവട്ടെ, എന്ന് പറഞ്ഞാൽ മിത്രങ്ങൾ, പിശാചുക്കളുടെ സഹോദരങ്ങൾ, അതായത് മിത്രങ്ങൾ. എന്താണ് അവർ ചെയ്യുക? യമുദ്ദൂനഹും, അവരെ ഈ പിശാചുക്കൾ ദുർമാർഗത്തിൽ അയച്ചുവിട്ടുകൊണ്ടിരിക്കും. യമുദ്ദൂന, പിശാചുക്കൾ അയച്ചുവിടും, ഹും, അവരെ. ആരെ? പിശാചിന്റെ കൂടെ കൂടിയ കൂട്ടുകാരായ ആളുകളെ. എവിടേക്കാണ് അയച്ചുവിടുക? ഫിൽ ഗയ്യി, ദുർമാർഗത്തിൽ. ഗയ്യ് എന്ന് പറഞ്ഞാൽ ദുർമാർഗം. അങ്ങനെ സുമ്മ ലാ യുഖ്സിറൂൻ, പിന്നെ അവർ അതിൽ ഒരു വീഴ്ചയും വരുത്തില്ല എന്ന് പറഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് അവർ പിന്മാറുകയില്ല. ആ ചെയ്യുന്ന തെറ്റുകളിൽ ഒരു വീഴ്ചയും അവർ വരുത്തൂല എന്ന് പറഞ്ഞാൽ ആ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും.
അതിൽ നിന്ന് പിന്മാറൂല. യുക്കുസിറൂൻ എന്ന് പറഞ്ഞാൽ അക്സറ യുക്കുസിറു എന്നൊക്കെ പറഞ്ഞ് വീഴ്ച വരുത്തി എന്നാണ്. പിശാചിന്റെ മിത്രങ്ങൾ എന്നതിന്റെ ഉദ്ദേശം ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ദുർനടപ്പുകാരും താന്തോന്യങ്ങളും. ഇബ്ലീസ് അത്തരക്കാരെ അധർമ്മത്തിലൂടെ തന്നെ മുന്നോട്ട് നയിക്കും. ആ ദുർനടപ്പിന്റെ വഴി ശീലിച്ച് പിന്നെ അതിൽ നിന്ന് വിരമിക്കാൻ അവർക്ക് സാധ്യമാകാതെ വരും. പിശാചിന്റെ ദുഷ്പ്രേരണകൾക്ക് വിധേയനായി തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോകുക എന്നത് മനുഷ്യ സഹജമാണ്. അത്തരം സാഹചര്യങ്ങൾ മുത്തഖീങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ പെട്ടെന്ന് തെറ്റ് മനസ്സിലാക്കി പിന്മാറി പിന്നെ അതിലേക്ക് പോകൂല, അള്ളാഹുവിനോട് കാവൽ തേടും. മേലിൽ അത്തരം തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. സംഭവിച്ചതിനെ കുറിച്ച് വീണ്ടും വിചാരം തോന്നാത്ത പിശാചിന്റെ കൂട്ടുകാർ അവർ പിന്നെ പിന്നെ പിശാചിന് അടിമയായി തീരുകയും അവസാനം രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടയുകയും ചെയ്യും. അടുത്ത ആഴ്ച നോക്കാം 203. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിശാചിന്റെ കൂട്ടുകാരായി നിന്ന ആളുകൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ, സത്യം കേൾക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ, ചെയ്ത തെറ്റിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ലാത്ത ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടതിനെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ ആവശ്യപ്പെടുന്ന പോലെയുള്ള വല്ല ദൃഷ്ടാന്തങ്ങളും എന്തുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൂടാ? ഇങ്ങനെ ഇടക്കിടക്ക് മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിരുന്നു. വിചിത്രമായ ആവശ്യങ്ങളാണ് അവരുടേത്. മരിച്ചുപോയ ഇന്ന ആളെ പുനർജീവിപ്പിച്ചു തരണം, അതാണ് ഒരാവശ്യം. മക്കയിലെ മലകൾ എല്ലാം ഉന്മൂലനം ചെയ്തു തരണം, ഇതൊക്കെ ചെയ്തു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടാണ്. അപ്പോ അവർ ചോദിക്കും നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് എന്താ അതങ്ങോട്ട് സ്വന്തമായിട്ട് ചെയ്തുകൂടെ? നിങ്ങൾ പ്രവാചകനാണ്, ഇതൊക്കെ ചെയ്തുകൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട്? അതാണ് ഇനി ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം. അതേപോലെ മറ്റു ചില ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഭൂമിയിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെടുവിച്ചു തരണം, ആകാശത്തിൽ നിന്നൊരു കഷ്ണം താഴെ വീഴ്ത്തി തരണം, സ്വർണം കൊണ്ടൊരു വീട് നിനക്കുണ്ടാവണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊന്നും കാണിച്ചു തന്നാലല്ലാതെ ഞങ്ങൾ അതിനെ വിശ്വസിക്കുകയില്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 90 മുതൽ 93 വരെ ആയത്തുകളിൽ ഈ വിഷയം അല്ലാഹു തആല പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വിശദമായിട്ട് പഠിക്കാം അല്ലേ. അപ്പൊ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോ അവരോട് മറുപടി പറയാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. എന്താ മറുപടി പറയേണ്ടത്? ചോദിക്കുന്നവർക്കൊക്കെ ദൃഷ്ടാന്തങ്ങൾ സ്വന്തം ഉണ്ടാക്കി കൊടുക്കുന്നവനല്ല ഞാൻ. എന്റെ പണി അതല്ല. ഒരു പ്രവാചകനാവണമെങ്കിൽ അതിന്റെ ആവശ്യവുമില്ല. എനിക്ക് സ്വന്തമായി ഒന്നും കൊണ്ടുവരാനോ നിർമ്മിക്കാനോ കാണിച്ചു തരാനോ കഴിയില്ല. ഞാൻ അള്ളാഹു അയച്ച സന്ദേശവാഹകൻ മാത്രമാണ്. ആ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യാൻ മാത്രമേ എനിക്ക് നിർവാഹമുള്ളൂ. ബുദ്ധിയും ചിന്താശീലവുമുള്ള ആളുകൾക്ക് സത്യം കണ്ടെത്താൻ ഞാൻ കൊണ്ടുവന്ന ഖുർആൻ തന്നെ ധാരാളം മതിയല്ലോ. കാര്യം മനസ്സിലാക്കുന്നവർക്ക് ഈ ഖുർആൻ തന്നെ വലിയ ദൃഷ്ടാന്തമാണ്. അങ്ങനെ ചിന്തിക്കാനും കാര്യം മനസ്സിലാക്കാനും ഈ നിഷേധികൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഖുർആൻ വലിയൊരു ദൃഷ്ടാന്തം മുന്നിലുണ്ട്, അത് മതിയല്ലോ. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ലം തഅതിഹിം ബിആയത്തിൻ ഖാലൂ ലൗലാ ജതബൈതഹാ ഖുൽ ഇന്നമാ അത്തബിഉ മാ യുഹാ ഇലയ്യ മിർ റബ്ബി ഹാദാ ബസായിറു മിർ റബ്ബിക്കും വഹുദൻ വറഹ്മത്തുൽ ലിഖൗമിൻ യുഅ്മിനൂൻ. വഇദാ ലം തഅതിഹിം ബിആയ, നബിയെ ആവശ്യപ്പെട്ട ദൃഷ്ടാന്തം അവർക്ക് താങ്കൾ കാണിച്ചു കൊടുത്തില്ല എങ്കിൽ, വേദാലം തഅതിഹിം, താങ്കൾ അവർക്ക് കൊണ്ടുവന്നു കൊടുത്തില്ല എങ്കിൽ, ബിആയത്തിൻ, അവർ ആഗ്രഹിച്ച അവർ ആവശ്യപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ, ഖാലു അവർ പറയും, ലൗല ജിതബൈതഹാ, നീ എന്തുകൊണ്ട് സ്വയം അത് കാണിക്കുന്നില്ല എന്നവർ ചോദിക്കും നബിയെ. ഖാലു, അവർ അങ്ങയോട് ചോദിക്കും, ലൗല, എന്തേ, ഇജ്തബൈതഹാ, നീ അത് സ്വന്തം കാണിക്കുന്നില്ല, സ്വയം നിനക്കെന്താ അത് കാണിച്ചുകൂടെ? സ്വന്തമായി ഉണ്ടാക്കുക, അതാണ് ഇജ്തബ എന്ന് പറഞ്ഞത്. നബിയെ നിങ്ങൾ മറുപടി പറയണം, കുൽ, നിങ്ങൾ മറുപടി പറയണം, ഇന്നമാ അത്തബിഉ, നിശ്ചയമായും ഞാൻ പിൻപറ്റുന്നത്, മാ യുഹാ ഇലയ്യ മിർ റബ്ബി, എന്റെ റബ്ബ് എനിക്ക് വഹി അറിയിച്ചു തരുന്ന സംഗതികളാണ്. എന്റെ നാഥന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സന്ദേശം പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഹാദാ ബസായിറു മിർ റബ്ബിക്കും വഹുദൻ വറഹ്മ, ഈ ഖുർആൻ, ഹാദാ, ഈ ഖുർആൻ, ബസായിറു, ഈ ഖുർആൻ തെളിവുകളാണല്ലോ,
മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് തെളിവുകളാണ് ഈ ഖുർആൻ. വഹുദൻ സന്മാർഗവുമാണിത്, വറഹ്മത്തുൻ കാരുണ്യവുമാണിത്, ലിഖൗമി യുഅ്മിനൂൻ വിശ്വസിക്കുന്ന ആളുകൾക്ക്, വിശ്വസിക്കുന്ന ജനതക്ക്. എന്തിനാ ദൃഷ്ടാന്തങ്ങളെ കൊണ്ടുവരുന്നത്? ഇത് തന്നെ പോരെ. ഹാദാ ബസായിർ, ഇത് ഒരുപാട് പ്രമാണങ്ങളല്ലേ, തെളിവുകളല്ലേ. ഇതിൽ കാരുണ്യമില്ലേ, ഇതിൽ സന്മാർഗമില്ലേ? ഇതാണ് ചോദ്യം. ആയ വൈദാലം തഅതിഹിം ബിആയ, ആയത്ത് എന്ന വാക്കിന് പ്രകൃതിപരമായ ദൃഷ്ടാന്തങ്ങൾ എന്നർത്ഥം പറയാറുണ്ട്, വേദഗ്രന്ഥങ്ങളിലെ സൂക്തങ്ങൾ എന്നും അർത്ഥം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന് രണ്ട് രൂപത്തിൽ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എന്തുകൊണ്ട് തനിക്ക് തന്റെ സ്വന്തം വകയായി ചില ഖുർആൻ സൂക്തങ്ങളെ രചിച്ചുകൂടാ? ഇതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന പോലെയുള്ള വല്ല ദൃഷ്ടാന്തങ്ങളും എന്തേ നീ സ്വന്തം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുകൂടാ? ഈ രണ്ട് തരത്തിലുള്ള ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. ഇതല്ലാത്ത മറ്റൊരു ഖുർആൻ നീ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ ഖുർആൻ നീ മാറ്റിമറിക്കണം എന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10-ാമത്തെ അധ്യായം 15-ാമത്തെ ആയത്ത്. അവരാവശ്യപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി 204 കടക്കുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ വലിയൊരു ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞു നമ്മൾ, അല്ലേ? കാര്യം മനസ്സിലാക്കുന്നവർക്ക്, വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് മാർഗദർശകമാണ്, കാരുണ്യമാണ് എന്നും പറഞ്ഞു. ഇതെങ്ങനെയാണ് സാക്ഷാത്കൃതമാകുന്നത്, ഫലവത്താകുന്നത്? അതാണ് ഇനി പറയുന്നത്. ഖുർആൻ ഓതിക്കേൾക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധ കൊടുക്കുക, അപ്പോൾ ഖുർആൻ ഫലിക്കും. ഖുർആൻ ഓതിക്കേൾക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ശബ്ദകോലാഹലങ്ങളോ കുതർക്കങ്ങളോ ഉണ്ടാക്കാതെ അടങ്ങിയിരുന്നത് കേൾക്കുക. ഇതാണ് ഖുർആൻ ഫലപ്പെടാനുള്ള മാർഗം. ഇങ്ങനെ ചെയ്താൽ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിൽ പതിയും, സത്യം ഗ്രഹിക്കാൻ കഴിയും, അല്ലേ? ഖുർആൻ ആസ്വദിക്കാൻ കഴിയും. ഇതിന് പല ഉദാഹരണങ്ങളുമുണ്ട്. കടുത്ത മുശ്രിക്കുകളുടെ ചരിത്രത്തിൽ തന്നെയുണ്ട്. ദുരുദ്ദേശപൂർവ്വം ഖുർആനിനെ കളിയാക്കാൻ വേണ്ടി കുറഞ്ഞ സമയം സ്വസ്ഥമായൊന്നിരുന്ന് ഖുർആൻ കേൾക്കാൻ അവസരം കിട്ടിയ പല ആളുകളും ഖുർആനിൽ ആകർഷകരാകുകയും മുസ്ലിമീങ്ങളാവുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രം എല്ലാവർക്കും അറിയാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വാളൂരിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഉമർ തങ്ങൾ റളിയല്ലാഹു അൻഹു ഖുർആൻ സഹോദരി ഖുർആൻ പാരായണം ചെയ്ത് കേട്ടത് കൊണ്ടാണ് മനം മാറി മുസ്ലിമായി മാറിയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മുശ്രിക്കീങ്ങൾ ഖുർആൻ കേൾക്കാതിരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നത്, കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നത്. ലാ തസ്മഉ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീഹി, നിങ്ങൾ ഈ ഖുർആൻ ചെവി കൊടുത്ത് കേൾക്കരുതേ, അത് ഖുർആൻ നിങ്ങൾ ഓതുന്ന സമയത്ത് ബഹളം കൂട്ടി അത് ആകെ താറുമാറാക്കണം എന്നൊക്കെ ആളുകളോട് ഉപദേശിക്കുമായിരുന്നു മുശ്രിക്കീങ്ങൾ. അവർ കേട്ടുപോകാതിരിക്കാൻ. മക്കയുടെ പുറത്ത് നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വരികയാണെങ്കിൽ അവരോട് നേരത്തെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ആൾ പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ടാവും, കേൾക്കരുത് കേട്ടോ, കേട്ടുപോയാൽ പ്രശ്നമാണ്. ചെവിയിൽ പഞ്ഞി വരെ തിരികെ വെച്ചിട്ടാണ് അവരത് കേൾക്കരുത് വെച്ച് നടക്കുക. കാരണം കേട്ടാൽ ഒരുവിധം ആളുകൾ, സത്യം മനസ്സിലാക്കുന്ന ആളുകൾക്ക് അത് മതി. ഖുർആൻ ശരിക്കും കേൾക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. وإذا قرئ القرآن, ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ, ഖുർആൻ ഓതപ്പെടുമ്പോൾ, ഫസ്തമിഉ ലഹു, നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണേ, സശ്രദ്ധം കേൾക്കണേ. വഅൻസിതു, നിങ്ങൾ നിശബ്ദത പാലിക്കുകയും ചെയ്യണേ. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യവർഷം ഉണ്ടായേക്കാം, നിങ്ങൾ കാരുണ്യം ചെയ്യപ്പെട്ടേക്കാം. ഖുർആൻ ഓതുമ്പോൾ ഇസ്തിമാഅ് വേണം, ശ്രദ്ധിച്ചു കേൾക്കണം. ഇൻസാത്തും വേണം. ഇൻസാത്ത് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, ശബ്ദമുണ്ടാക്കാതിരിക്കുക. ഖുർആൻ ഓതി കേൾക്കുമ്പോ മൗനം അവലംബിക്കണം, ശ്രദ്ധ കൊടുക്കണം എന്ന കൽപ്പന അവിശ്വാസികൾക്ക് മാത്രം ബാധകമല്ല, നമ്മൾ മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ്. ഈ വ്യാഖ്യാനത്തിന് വേറെയും ഈ ആയത്തിന് വേറെയും ചില വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഖുതുബയുടെ വിഷയത്തിലാണ് ഇത് അവതരിച്ചത് എന്ന് നിരവധി ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഖുതുബോധം ശ്രദ്ധിച്ചു കേൾക്കുന്നതിനെ കുറിച്ചാണ് ഈ ആയത്ത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ ഖുർആൻ പാരായണം കേൾക്കുന്ന മഅ്മൂമുകൾ അവർ ഫാത്തിഹ ഓതണോ, അതല്ല ഫാത്തിഹയോ മറ്റു സൂറത്തുകളൊക്കെ ഓതണ്ടേ, അതല്ല ഇമാമിന്റെ ഓത്ത് കേൾക്കുകയാണോ ശ്രദ്ധിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഫിഖ്ഹിന്റെ കിതാബിൽ ചർച്ചയുണ്ട്. ആ ചർച്ച ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നാണ് മഹാന്മാരെ ഇമാമുകൾ കണ്ടെത്തിയത്. ഇമാമിന്റെ പിന്നിൽ മഅ്മൂം ഫാത്തിഹയൊന്നും ഓതേണ്ടതില്ല എന്നാണ് ചില ഇമാമുകൾ മനസ്സിലാക്കിയത്. അതേസമയം നമ്മുടെ മദ്ഹബ് ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം ഇമാം ഉറക്ക ഓതിയാലും പതുക്കെ ഓതിയാലും മഅ്മൂം ഫാത്തിഹ ഓതണം എന്ന് തന്നെയാണ്. കാരണം ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്നൊരു ഹദീസുമാണ്, എന്നൊരു ഹദീസും മറ്റു ചില തെളിവുകളുമാണ് മഹാന ഇമാം ഷാഫിഈ തങ്ങൾ അതിന് പ്രമാണമായി സ്വീകരിച്ചത്. ആകട്ടെ, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഈ കൽപ്പന ശരിയായി പാലിക്കണമെങ്കിൽ ഖുർആൻ കേൾക്കുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ അർത്ഥവും ആശയവും അറിയണമല്ലോ, അല്ലേ? അർത്ഥവും ആശയവും കുറച്ചെങ്കിലും അറിയുന്ന ആളുകൾക്ക് നന്നായി മനസ്സിലാകും. തീരെ അർത്ഥമറിയാത്ത ആളുകൾക്ക് ഈ കൽപ്പന ബാധകമല്ല എന്ന് വരുമോ? ഇല്ല, അവർക്കും ഈ കൽപ്പന ബാധകം തന്നെയാണ്. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ കലാം കേൾക്കുമ്പോൾ അച്ചടക്കത്തോടുകൂടി ശ്രദ്ധിക്കുകയും മറ്റു കോലാഹലങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യണം. അതിന്റെ മര്യാദ, മറ്റേത് മര്യാദക്കാരാണ്. അർത്ഥം അറിയില്ല എന്ന് വെച്ചിട്ടത് കേൾക്കാതിരിക്കരുത്, ശ്രദ്ധിക്കാതിരിക്കരുത്. എല്ലാവർക്കും അത് ബാധകമാണ്. പിന്നെ മാത്രമല്ല, ഖുർആന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് ഓതുന്നതും കേൾക്കുന്നതും ഒക്കെ വലിയ പുണ്യമാണ്. നമ്മളൊക്കെ ഇപ്പൊ ഈ ക്ലാസ്സിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചെങ്കിലും അർത്ഥം ആശയം മനസ്സിലാക്കാനാണല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ഒരു വാക്യം ശ്രദ്ധിച്ചു കേട്ടാൽ അവന് ഇരട്ടിയായ നന്മ രേഖപ്പെടുത്തപ്പെടുന്നു. അത് ഓതിയാലോ അന്ത്യനാളിൽ അത് അവന് വലിയ പ്രകാശമാവുകയും ചെയ്യും. അടുത്ത ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നു, 205-ാമത്തെ ആയത്തിലേക്ക്. ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കണമെന്നും മറ്റുമൊക്കെ പറഞ്ഞതിന് ശേഷം ദിക്റിന്റെ കാര്യം പൊതുവെ അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദിക്ർ മനസ്സുകൊണ്ടുണ്ട്, നാവ് കൊണ്ടുണ്ട്. നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുമ്പോൾ വല്ലാതെ ഉച്ചത്തിൽ ബഹളമുണ്ടാക്കി ശബ്ദിക്കേണ്ടതില്ല, വിനയത്തോടുകൂടി ഭയത്തോടുകൂടിയാവണം എന്നൊക്കെയാണ് അല്ലാഹു തആല പറയുന്നത്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. واذكر ربك, അങ്ങയുടെ റബ്ബിനെ അങ്ങ് അനുസ്മരിക്കണം, ഓർക്കണം, ദിക്ർ ചൊല്ലണം. എവിടെ? ഫീ നഫ്സിക, രഹസ്യമായി, സ്വകാര്യമായി, മനസ്സിൽ, അല്ലേ? തളർറുഅൻ, വിനയത്തോടുകൂടെ, ഖീഫത്തൻ, ഭയത്തോടുകൂടി, വദൂനൽ ജഹരി, വാക്കുകൾ ഉച്ചത്തിലാക്കാതെ, വദൂനൽ ജഹരി മിനൽ ഖൗലി, വാക്കുകൾ ഉച്ചത്തിലാക്കാതെ. എപ്പോഴൊക്കെയാണ് ചൊല്ലേണ്ടത്? ബിൽ ഉദുവി, രാവിലെയും, വൽ ആസ്വാൽ, വൈകുന്നേരവും. അപ്പോ വിനയത്തോടെയും ഭയത്തോടെയും വാക്കുകൾ ഉച്ചത്തിലാക്കാതെയും രാവിലെയും വൈകുന്നേരവും രഹസ്യമായി താങ്കളുടെ നാഥനെ അനുസ്മരിക്കണം. മനസ്സിൽ, എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്നാണ് അർത്ഥം. നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന ദിക്റും നാവ് കൊണ്ട് ചെയ്യുന്ന ദിക്റും രണ്ടും അതിൽ പെട്ടു. മനസ്സുകൊണ്ടാണെങ്കിൽ ശബ്ദം ഉണ്ടാവില്ല, നാവ് കൊണ്ടാണെങ്കിൽ ശബ്ദം ഉണ്ടാവും. അപ്പോ വദൂനൽ ജഹരി മിനൽ ഖൗലി, വാക്കുകൾ ഉച്ചത്തിലാവാതെ. ജഹർ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലാവും. തളർറു എന്ന് പറഞ്ഞാൽ വിനയത്തോട്, ഖീഫത്ത് പേടിയോട്, ഉദുവ് രാവിലെ, ആസ്വാൽ വൈകുന്നേരങ്ങൾ. വലാ തകുൻ മിനൽ ഗാഫിലീൻ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അശ്രദ്ധരിൽ പെട്ടുപോകരുത്. ദിക്റൊന്നും ചൊല്ലാതെ അശ്രദ്ധരായ ആളുകളിൽ പെട്ടുപോകരുത്. വദ്കുർ റബ്ബക്, ആത്മാവിന്റെ ആഹാരമാണ് ദിക്ർ. ആത്മാവിന്റെ ആഹാരമാണ് ദിക്ർ. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്നാണ് ശരിക്കും ദിക്റിന്റെ അർത്ഥം. മനസ്സുകൊണ്ടും വാചകം കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം എപ്പോഴും ദിക്റുണ്ടായിരിക്കണം, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. ദിക്ർ ചൊല്ലുമ്പോൾ അനാവശ്യ ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ ഖുർആൻ പരിധി നിശ്ചയിച്ചിട്ടില്ലാത്തൊരു ഇബാദത്താണ് ദിക്ർ. സൂറത്തുൽ അഹ്സാബ് 42-ലുണ്ടല്ലോ,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹുഹു ബുക്റതൻ വഅസീല. പരിധില്ല. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളം നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോളൂ. ദിക്ർ എന്ന വാക്കിന് ഓർക്കുക എന്നർത്ഥമുണ്ട്, സ്മരിക്കുക, പറയുക, പ്രഖ്യാപിക്കുക, കീർത്തനം ചെയ്യുക, ഇതൊക്കെ അർത്ഥമുണ്ട്. സന്ദർഭോചിതം അർത്ഥങ്ങൾ ഇങ്ങനെ വരും. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടുമുള്ള ധ്യാനം ഇതിൽപ്പെടും. തസ്ബീഹ്, ഹംദ്, തക്ബീർ, ദുആ ഇതൊക്കെയാണ് സാധാരണ ദിക്ർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാറ്. ഇതെല്ലാം വിനയത്തോടുകൂടി, ഭക്തിയോടുകൂടി, മിതമായ ശബ്ദത്തോടുകൂടി ആവണം. വാക്കുകൾ ഉച്ചത്തിലാവാതെ എന്ന് പറഞ്ഞാൽ വല്ലാതെ കോലാഹലം ഉണ്ടാക്കരുത്. മിതമായ ശബ്ദത്തിൽ ചെല്ലാം, മറ്റുള്ള ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. സാധാരണഗതിയിൽ നടക്കുന്ന ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് മൈക്കയിലിട്ട്, പുറത്തേക്കുള്ള മൈക്കിലിട്ട് എന്തിനാണ് ആളുകളെ, അല്ലെ മറ്റുള്ള ആളുകളെ, പ്രത്യേകിച്ച് ഇതര മതസ്ഥർക്ക് നമ്മൾ ശല്യപ്പെടുത്തുന്നതിന് ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരം പ്രത്യേകം അള്ളാഹുവിനെ സ്മരിക്കണം. അതാണ് ആ സമയം പ്രത്യേകം എടുത്തു പറഞ്ഞത്. എപ്പോഴും സ്മരണ വേണം, ദിക്ർ വേണം. സ്പെഷ്യലായി രാവിലെ വൈകുന്നേരവും വേണം. വല്ലാതെ ഇങ്ങനെ ഒച്ചയിട്ടിട്ട് ഹൃദയത്തിൽ തട്ടാതെ നാവ് കൊണ്ട് മാത്രം ചൊല്ലുന്ന രീതി, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. രാവിലെയും വൈകുന്നേരവും അല്ലെ അദ്കാറു സ്വബാഹി വൽ മസാ എന്ന പേരിൽ തന്നെ ദിക്റുകളുണ്ട്. എല്ലാ രാവിലെയും വൈകുന്നേരവും ചെല്ലാൻ ആ രണ്ട് സമയം പ്രധാനപ്പെട്ട സമയമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ദിക്ർ മറക്കരുത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒരുപാട് പ്രകൃതി മാറ്റങ്ങൾ സംഭവിക്കുന്ന ആ സമയങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിക്കാൻ പറ്റിയ സമയമാണ്. മനുഷ്യൻ തന്റെ ജീവിത വ്യവഹാരങ്ങളിൽ വ്യാപൃതനാകുന്നത് പകലിലാണ്, രാത്രി വിശ്രമത്തിന് ഉപയോഗിക്കുകയും ചെയ്യും, അല്ലെ? അപ്പൊ ഈ രണ്ടവസ്ഥയുടെ തുടക്കത്തിൽ, ഉറങ്ങാൻ പോകുന്നതിന്റെയും വൈകുന്നേരമാകുന്നതിന്റെയും രാവിലെ മായിഷത്തിന് വേണ്ടി ഇറങ്ങുന്നതിന്റെയും തുടക്കത്തിൽ അള്ളാഹുവിന്റെ സ്മരണയ്ക്ക് വേണ്ടി കുറച്ചു സമയമെങ്കിലും ഉപയോഗിക്കണം. ദിക്റിന്റെ മഹത്വം ഒന്നും ഇപ്പൊ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മുഴു സമയവും ദിക്ർ കൊണ്ട് നടക്കേണ്ട ആളുകളാണ് നമ്മൾ. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവണം. അതാണ് ദിക്ർ, അതാണ് മനസ്സുകൊണ്ടുള്ള ദിക്ർ. നാവ് കൊണ്ടുള്ള ദിക്ർ, മനസ്സുകൊണ്ട് ദിക്ർ, നമുക്ക് എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന സംഗതികളാണ് ദിക്ർ എന്ന് പറഞ്ഞത്, അല്ലേ? എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൊല്ലാലോ. പിശാചിനെ അകറ്റാൻ ഇത്ര വലിയൊരു മരുന്ന് വേറല്ല. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ഏറ്റവും വലിയ മാർഗം ഇതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സംഗതി ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റാണ്. ദിക്ർ എന്നത് മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിന് വെള്ളത്തെ പോലെയാണ്. മീനിന് വെള്ളം എത്ര പ്രാധാന്യമുള്ളതാണോ, മത്സ്യത്തിന് വെള്ളം എത്ര പ്രധാനമാണോ, അതുപോലെയാണ് മുഅ്മിനിന്റെ ഖൽബിന് ദിക്ർ. മീനിനെ വെള്ളത്തിന് പുറത്തേക്ക് പിടിച്ചിട്ടാല് ആ മീന് ചാവൂലേ? അതേപോലെയാണ് മുഅ്മിനിന്റെ ഖൽബ്. ആ ഖൽബിൽ ദിക്ർ ഇങ്ങനെ ഉണ്ടാവണം. ദിക്ർ പുറത്തേക്ക് ഖൽബ് മരിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ദിക്റിൽ ഇങ്ങനെ നാവിനെ പതിവാക്കിയ ആളുകൾ അള്ളാഹു അവരെ വേണ്ടാത്തരങ്ങളിലേക്ക് പോകുന്നതും സംരക്ഷിച്ചു നിർത്തും. അതല്ല, അതൊന്നും ചെയ്യാതെ ദിക്റൊക്കെ മറന്ന് തോന്നിയതുപോലെ നടക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ അങ്ങനെ വേണ്ടാത്തരങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യും. മഹാന്മാരായ പണ്ഡിതന്മാർ, സ്വഹാബത്തും ഒക്കെ, താബീങ്ങളൊക്കെ പറയാറുള്ള വിഷയമാണിത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാറുണ്ട്, ലാ തുക്സിറുൽ കലാമി ബിഗൈരി ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റല്ലാതെ നിങ്ങൾ കുറേ വർത്തമാനങ്ങൾ വെറുതെ പറയരുത്. കാരണം ഫഇന്ന കസറത്തുൽ കലാമി ബിഗൈരി ദിക്രില്ലാഹി ഖസ്വത്തുൽ ലിൽ ഖൽബ്, അള്ളാഹുവിന്റെ ദിക്റല്ലാത്ത വേറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഹൃദയത്തെ കടുത്തതാക്കും. അങ്ങനെ ആരുടെ ഹൃദയമാണോ കടുത്തത് അവർ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും വിദൂരത്താവുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് അർത്ഥം. അർബഹു തിജാറത്തി ദിക്റുല്ലാഹ്, ഏറ്റവും ലാഭകരമായ കച്ചവടം ദിക്റാണ്. വഅഖ്സറു തിജാറത്തി ദിക്റുന്നാസ്, ഏറ്റവും മോശമായ കച്ചവടം ദിക്റുന്നാസി, ആളുകളെ കുറിച്ച് സംസാരിക്കലാണ്. നമ്മളൊക്കെ ശരിക്കും കേൾക്കണം ഇത്. ദിക്ർ ഇങ്ങനെ ചൊല്ലി നടന്നോളും, നല്ല ലാഭമുള്ള പരിപാടിയാണ്. ആളുകളെ കുറിച്ച് പറയാൻ നിൽക്കണം. നമുക്ക് ആ ആളുകളെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന പരിപാടിയാണ്. ആ പറയപ്പെടുന്ന ആളുകളുടെ നന്മകൾ മുഴുവൻ, ആ പറയപ്പെടുന്ന ആൾക്ക് നമ്മുടെ നന്മ മുഴുവൻ അങ്ങോട്ട് കൊടുക്കും അല്ലാഹു തആല. എന്തിനാണ് നിൽക്കുന്നത്? ഗുരുതരമായ തെറ്റല്ലേ ഗീബത്ത് പറയാനുള്ളത്? യാ അല്ലാഹ്.
എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ ദിക്ർ സ്മരണ നിലനിർത്തുന്ന രീതിയിലാണ് പരിശുദ്ധമായ ദീനിന്റെ ഇബാദത്തുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു സത്യവിശ്വാസി രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ അപ്പൊ അള്ളാഹിനെ സ്മരിച്ചുകൊണ്ട് എഴുന്നേൽക്കുക, രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കയിലേക്ക് പോകുന്നത് വരെ ദിക്റുകളാണ്. ഉറക്കത്തിന് എഴുന്നേറ്റ ശേഷം രാത്രി ഉറങ്ങുന്നതിനിടയിൽ എല്ലാ സമയത്തും ദിക്റുണ്ട്. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ, പള്ളിയിലേക്ക് കടക്കുമ്പോ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോ, വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ, ഇതൊക്കെ അള്ളാഹുവിന്റെ നാമം പറഞ്ഞാണ് ചെയ്യുന്നത്. ഇതെല്ലാം ദിക്റാണ്. ഇതെല്ലാം ദിക്റുള്ളതാണ്. 5 നേരത്തെ ഫർദ് നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ, പ്രത്യേകം പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകൾ, മറ്റു ഇബാദത്തുകൾ, ഈ കാര്യങ്ങളുടെ ഒക്കെ സത്യവിശ്വാസി എപ്പോഴും ദിക്ർ കൊണ്ട് നടക്കുന്ന ആളാണ്. ഇനി ദുനിയാവിന്റെ ആവശ്യങ്ങളൊക്കെ ഇറങ്ങുകയാണെങ്കിൽ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടാവണം എന്ന് അള്ളാഹു തആല അവനോട് പറഞ്ഞിട്ടുണ്ട്. 62-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിസ്കാരം ആരാധനകളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ, നിങ്ങൾ ജോലി അന്വേഷിച്ചോളൂ, വരുമാന മാർഗങ്ങൾ തേടിക്കോളൂ, പക്ഷേ വദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കണം. ശരി, ഇനി നമ്മൾ 206-ാമത്തെ ആയത്തിലേക്ക് കടക്കുന്നു. ഭയഭക്തിയോടുകൂടി അച്ചടക്കത്തോടുകൂടി അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് പറഞ്ഞ ശേഷം ആ വിഷയത്തിൽ മലക്കുകളുടെ രീതി, അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരികയാണ്. എന്താണ് അവരുടെ രീതി? തീരെ അഹങ്കാരമില്ലാത്ത ആ മലക്കുകൾ വിനയാന്വിതരായി അള്ളാഹുവിന് സദാ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. മനുഷ്യരും അവരെപ്പോലെ അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധരാവാതെ ഭക്തിയോടുകൂടെ വിനയത്തോടുകൂടി ഓർത്തുകൊണ്ടിരിക്കണം എന്ന് നമ്മൾ ഉണർത്തുകയാണ്. അതുകൊണ്ടാണ്, അതിനാണ് മലക്കുകൾ ഇങ്ങനെ പ്രശംസിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത്. 206-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. ഇന്നല്ലദീന, നിശ്ചയമായും ഒരു വിഭാഗം ആളുകൾ, ഇൻദ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിന്റെ അടുക്കലുള്ള ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ, ലാ യസ്തക്ബിറൂന, അവർ അഹങ്കാരം നടിക്കുകയില്ല, അൻ ഇബാദതിഹി, അവനെ ആരാധിക്കുന്നതിൽ നിന്ന്, വയുസബ്ബിഹൂനഹു, അവരെപ്പോഴും അവന്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, വലഹു യസ്ജുദൂൻ, അവന് സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, സാഷ്ടാംഗം നമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും സുജൂദില, എപ്പോഴും തസ്ബീഹില. അതാണ് മലായിക്കത്ത്. അങ്ങനെയാ അള്ളാഹുവിന്റെ സാമീപ്യവും സംതൃപ്തിയും നേടിയ വളരെ സമുന്നതമായ പദവിയുള്ള ആളുകളാണ് മലായിക്കത്ത്. അവർ പോലും അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെയും അനുസ്മരിക്കുന്നതിനെ വിട്ട് അഹങ്കരിക്കുന്നില്ല. പിന്നെ എങ്ങനെ നിസ്സാരനായ മനുഷ്യൻ ദുർനടപ്പുകാരനും അഹങ്കാരിയുമായി തീരുക? അല്ലേ? മലക്കുകളെ കുറിച്ച് അല്ലാഹു തആല ഇങ്ങനെ പലയിടത്തും പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അവർ നിരന്തരം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, ക്ഷീണിക്കാതെ അക്ഷീണം. ഇത് ഈ സൂറത്തിലെ അവസാനത്തെ ആയത്താണ്. മാഷാ അല്ലാഹ്, നമ്മൾ സൂറത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. സജ്ദയുടെ ആയത്ത് എന്ന ആയത്തിനെ കുറിച്ച് പറയാറുണ്ട്. അതായത് ഈ ആയത്ത് ഓതുന്ന ആളുകൾക്കും ഈ ആയത്ത് കേൾക്കുന്ന ആളുകൾക്കും തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സുജൂദ് തിലാവ അത് നിയമമാക്കപ്പെട്ട സൂക്തങ്ങളിൽ 1-ാമത്തെ സൂക്തമാണ് സൂറത്തുൽ ആറാഫിലെ ഈ ആയത്ത്. സുജൂദിന് പ്രേരിപ്പിക്കുന്ന ചില ആയത്തുകളിലാണ് ഇങ്ങനെ സുജൂദ് ചെയ്യാൻ വേണ്ടി പറയാം. അതിന്റെ സ്ഥാനങ്ങൾ മുസ്ഹഫുകളിൽ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, അള്ളാഹുവിന് മലായിക്കത്ത് ഇങ്ങനെ എപ്പോഴും സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാ. അപ്പൊ അതിന്റെ താല്പര്യം എന്താ? നിങ്ങളും സുജൂദ് ചെയ്യണമേ. നമ്മൾ സുജൂദ് ചെയ്യാം. സുജൂദ് തിലാവ പിശാചിന് വളരെ വെറുപ്പുള്ള സംഗതിയാണ് നമ്മളിങ്ങനെ സുജൂദ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഒരു ആയത്ത് ഓതിയിട്ട് സുജൂദ് ചെയ്താൽ അത് കാണുമ്പോൾ പിശാച് അവിടെ നിന്ന് മാറിപ്പോത്രേ. അന്ന് മാറി നിൽക്കുന്നു, കണ്ടു നിൽക്കാൻ കഴിയില്ല. എന്നിട്ട് മാറി നിന്നിട്ടും പറയത്രേ, കണ്ടോ, മനുഷ്യനോട് ഇതാ സുജൂദ് ചെയ്യാൻ പറഞ്ഞു, അവൻ സുജൂദ് ചെയ്തു. എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്തല്ലേ, എനിക്ക് നരകം. അവനോട് പറഞ്ഞപ്പോൾ അവൻ സുജൂദ് ചെയ്തു, അവന് സ്വർഗം. എന്തൊരു കഷ്ടം എന്നവൻ പറയും അത്രേ. സുജൂദ് തിലാവയുടെ രൂപവും അതിന്റെ രീതിയൊക്കെ എങ്ങനെയാണ്? നിസ്കാരത്തിന് സുജൂദ് പോലെ തന്നെയാണ് തിലാവത്തിന്റെ സുജൂദ്. ഒരു സുജൂദ് മാത്രമാണ് സുന്നത്ത്.
ഒരു സുജൂദ്. നിസ്കാരത്തിൽ ഒരു രണ്ടെണ്ണമല്ല, ഒറ്റ സുജൂദ് മാത്രം. നിസ്കാരത്തിലാണ് സജദയുടെ ആയത്ത് ഓതിയതെങ്കിൽ നേരെ സുജൂദിലേക്ക് പോയി ഒരു സുജൂദ് ചെയ്ത് തിരിച്ച് ഖിയാമിലേക്ക്, നൃത്തത്തിലേക്ക് തന്നെ വരണം. എന്നിട്ട് നിസ്കാരം തുടരണം. ഇനി നിസ്കാരത്തിന് പുറത്താണ്, ഇപ്പൊ നമ്മൾ സാധാരണ ഖുർആനൊക്കെ ഓതുമ്പോഴാണ് ഈ ആയത്ത് നമ്മൾ ഓതിയത് എങ്കിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് നിസ്കാരത്തിലെ സുജൂദ് പോലെ ഒരു സുജൂദിലേക്ക് പോയിട്ട് സുജൂദ് ചെയ്ത് സലാം വിട്ടുക. ഇതാണ് നിസ്കാരത്തിന് പുറത്തുള്ള രീതി. തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷനിലാണെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ 4 പ്രാവശ്യം പറയണം, അല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് തിലാവത്തിന്റെ സുജൂദിൽ ചെല്ലേണ്ടത്? നമ്മൾ സാധാരണ നിസ്കാരത്തിന്റെ സുജൂദിൽ ചെല്ലുന്നത് പോലെ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന ആ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു ഫഅഹ്സന സൂറതഹു വശഖ സമഅഹു വബസറഹു ഫതബാറകല്ലാഹു അഹ്സനു ഖാലിഖീൻ എന്ന ദിക്റും ചൊല്ലാവുന്നതാണ്. അല്ലേ? നമ്മളൊക്കെ വലിയ അർത്ഥവത്തായ ഒരു ദുആയാണ്, അല്ലെങ്കിൽ ഒരു ദിക്റാണത്. നമ്മൾ സൃഷ്ടിച്ച കണ്ണും കാതും കീറിത്തന്ന ഏതൊരാളുടെ ശക്തിയും ശേഷിയും കൊണ്ടാണോ എനിക്കിതൊക്കെ ചെയ്തു തന്നത്, അവന് മുമ്പിൽ ഞാൻ ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലിയിരുന്നത് ഹദീസുകളിൽ കാണാം. തിലാവത്തിന് സുജൂദുള്ള സ്ഥലങ്ങൾ പരിശുദ്ധ ഖുർആനിൽ 15 സ്ഥലത്താണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അത് ക്രമത്തിൽ ഇങ്ങനെ പറയാം. സൂറത്തുൽ ആറാഫിലെ 206 നമ്മളിപ്പോൾ പഠിച്ച ആയത്ത്, സൂറത്തുൽ റാഇദിലെ 15, സൂറത്തുൽ നഹലിലെ 49ഉം 50, സൂറത്തുൽ ഇസ്രായിലെ 107, 108, 109, സൂറത്ത് മറിയം 58, സൂറത്തുൽ ഹജ്ജിലെ 18, സൂറത്തുൽ ഹജ്ജ് 77, സൂറത്തുൽ ഫുർഖാൻ 60, സൂറത്തുൽ നംല് 25, 26, സൂറത്തുൽ സജദ 15, സൂറത്തുൽ സ്വാദ് 24. ഇത് ശുക്രന്റെ സുജൂദാണെന്നൊരു അഭിപ്രായം കൂടി ഉണ്ട്. സൂറത്ത് ഫുസ്സിലത്ത് 37, 38, സൂറത്തുൽ നജ്മ് 62, സൂറത്തുൽ ഇൻശിഖാഖ് 21, സൂറത്തുൽ അലഖ് 19. ഇതാണ് 15 സ്ഥലങ്ങൾ. ചില സൂറത്തിന്റെ കൂട്ടത്തിൽ 2-3 ആയത്തുകൾ എണ്ണിയത് ആ വിഷയം മൊത്തമായി പറഞ്ഞതിനെ കുറിച്ച് ആ ആയത്തുകൾ ഒന്നിച്ചെണ്ണിയതാണ്. ഒരു ആയത്തിന്റെ അവസാനമാണ് സുജൂദ് ചെയ്യാനുണ്ടാവുക. ഇതാണ് 15 സ്ഥലങ്ങൾ സുജൂദ് തിലാവ സുന്നത്താക്കപ്പെട്ട സ്ഥലങ്ങൾ എന്ന് മനസ്സിലാക്കിയിരിക്കുക. അൽഹംദുലില്ലാഹ്, ഇവിടെ നമ്മൾ ഈ സൂറ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ വലിയ തൗഫീഖോടുകൂടി സൂറത്ത് ആറാഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സൂറത്ത് ആരംഭിക്കണം, സൂറത്തുൽ അൻഫാൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കണം. നിനക്ക് ഒരുപാട് സ്തുതി റബ്ബേ. വലിയൊരു സൂറത്ത് ആറാഫ് പഠിച്ചു തീർക്കാൻ തൗഫീഖ് നൽകി. അല്ലാഹുവേ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. ഞങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു വരണം. അല്ലാഹ് മാതാപിതാക്കൾക്ക് പൊറുക്കണേ തമ്പുരാൻ, ഉസ്താദുമാർക്ക് പൊറുക്കണം. അല്ലാഹ് മുഫസ്സിറുകൾക്ക് പുറത്തു കൊടുക്കണം തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ എല്ലാവർക്കും സലാമത്ത് നൽകണം റബ്ബേ. രോഗികൾക്ക് ശിക്ഷ നൽകണം തമ്പുരാനെ. എല്ലാ പ്രയാസവും നീക്കി തരണം അല്ലാഹ്. ഞങ്ങൾ ആഖിറത്ത് നന്നാക്കണം തമ്പുരാനെ. ദീനിലും ഇൽമിലും ബറക്കത്ത് നൽകണം റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. ولا دعاتنا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.